തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ കല്ലറ എന്ന് പൊളിക്കുമെന്നതിൽ തീരുമാനം നാളെ എടുക്കും. കൂടുതൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് കല്ലറ പൊളിക്കാതിരുന്നതെന്ന് സബ് കളക്ടർ OA ആൽഫ്രഡ് പറഞ്ഞു. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗം കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. ഇനിയൊരു ചർച്ചയുടെ ആവശ്യമില്ലെന്നും സബ് കളക്ടർ പറഞ്ഞു. ഇന്ന് ചെയ്യാന്നുള്ളായിരുന്നു ആദ്യത്തെ ഒരു തീരുമാനം. അതിനുശേഷം നമ്മൾ ജസ്റ്റ് നിങ്ങളവിടെ കണ്ടതുപോലെ തിരിഞ്ഞ് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്ന നമ്മളിപ്പം അത് ഫർദർ ഇതിലേക്ക് പോകണ്ട. നമുക്ക് അൾട്ടിമേറ്റ്ലി ഒരു സ്ഥലത്തെ ഒരു ലോങ് ടൈം പീസും ഹാർമണിയും കൂടെ നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ അവരുടെ ഭാഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ച് തന്നെയാണ് പോലീസും പറയുന്നത്. അപ്പം അതിന്റെ ഇതിൽ നമ്മൾ പുതിയൊരു ഡേറ്റ് നിശ്ചയിച്ചിട്ട് വീണ്ടും ഇതുമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ തൽക്കാലം അവിടുത്തെ ഒരു സിറ്റുവേഷൻ ഡിഫ്യൂസ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാനാണ് നിലവിലൊരു തീരുമാനം. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, ഇന്ന് കല്ലറ പൊളിക്കാനെത്തിയ സംഘത്തിന് നേരെ വലിയ പ്രതിഷേധവും അതിന് പിന്നാലെ തന്നെ രണ്ടു ഭാഗമായി ചേർന്ന വലിയ സംഘർഷവും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് കല്ലറ ഇന്ന് പൊളിക്കേണ്ട എന്ന് തീരുമാനിച്ചത്. പക്ഷേ ആ പൊളിക്കാനെടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല. അത് എപ്പോൾ എന്ന് തീരുമാനമെടുക്കുമെന്നാണ് കലക്ടർ പറഞ്ഞത്. ദിവ്യ, മരിച്ച ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കാതിരിക്കില്ല, അത് പൊളിക്കുമെന്നുള്ള കാര്യം തീർത്തു പറയുകയാണ് സബ് കളക്ടർ OV ആൽഫ്രഡ്. അത് എന്ന് പൊളിക്കുമെന്നുള്ള കാര്യം നാളെ തീരുമാനിക്കും. നാളെ തീരുമാനമെടുത്തതിന് ശേഷമായിരിക്കും കല്ലറ പൊളിക്കുക എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് സബ് കളക്ടർ OV ആൽഫ്രഡ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. പ്രതിഷേധത്തെ തുടർന്ന് മാത്രമാണ് ഇന്നിപ്പോൾ കല്ലറ പൊളിക്കാതെ ജില്ലാ ഭരണകൂടം മടങ്ങിയത്. തീർത്തും അസാധാരണമായ നാടകീയ സംഭവങ്ങളാണ് കല്ലറ പൊളിക്കാനെത്തിയ ഉദ്യോഗസ്ഥർക്ക് നേർക്കുണ്ടായത്. കല്ലറ പൊളിക്കാനായിട്ട് RDOയുടെയും സബ് കളക്ടറിന്റെയും ഡിവൈഎസ്പിയുടെയും നെയ്യാറ്റിൻകര ACയുടെയും നേതൃത്വത്തിൽ നെയ്യാറ്റിൻകര SHOയുടെ വലിയൊരു സംഘമാണ് അവിടേക്ക് വന്നത്. കല്ലറ പൊളിക്കാനായിട്ട് വന്നപ്പോൾ ഈ കുടുംബം രാജസേനനും സനന്ദനും അതുപോലെ ഈ മരിച്ച ഗോപൻ സ്വാമിയുടെ ഭാര്യയും അടക്കമുള്ളവർ ഈ കല്ലറയ്ക്ക് സമീപം ഇരുന്നുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് തീർത്തത്. അവർക്ക് പിന്തുണയുമായിട്ട് BJP പ്രവർത്തകർ കൂടി രംഗത്ത് വരുന്ന സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. വിശ്വ ഹിന്ദു പരിഷത്തും അതുപോലെ ഹിന്ദു ഐക്യവേദിയുടെയും പ്രവർത്തകർ അവിടെ എത്തി കല്ലറ പൊളിക്കാൻ ഒരു തരത്തിലും സമ്മതിക്കില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. മറുഭാഗത്ത് വർഗീയ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് BJP ഈ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് നാട്ടുകാരും രംഗത്ത് വന്നതോടുകൂടിയാണ് വലിയ തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നം അവിടെ ഉടലെടുത്തത്. അങ്ങനെ വലിയൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോകാതെ ഇന്ന് കല്ലറ പൊളിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം എത്തിയത്. അതേ തുടർന്നാണ് ഈ കുടുംബത്തെയും മറ്റ് ബന്ധപ്പെട്ട പ്രതിനിധികളെയും വിളിച്ചുകൊണ്ട് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചർച്ച നടത്തിയത്. ഈ ചർച്ചയ്ക്ക് ശേഷം അല്പസമയം മുമ്പാണ് സബ് കളക്ടർ OV ആൽഫ്രഡ് ഇവിടുന്ന് മടങ്ങിയത്. ഇപ്പോൾ ഈ മരിച്ച നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മക്കളുമായിട്ട് പോലീസ് ആശയവിനിമയം നടത്തുകയാണ്. അവരോട് വളരെ കൃത്യമായിട്ട് ഇക്കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ സബ് കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട് എങ്കിൽ പോലും ഈ കല്ലറ പൊളിക്കുന്നതിനെ നിയമപരമായിട്ട് നീങ്ങാനാണ് അവർ ആലോചിക്കുന്നത്. ഒരുപക്ഷേ കോടതിയിൽ പോയിട്ട് സ്റ്റേ വാങ്ങിക്കാനുള്ള നീക്കവുമായിട്ട് കുടുംബം ഇപ്പോൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ കല്ലറ പൊളിച്ച് ഇതിനകത്തുള്ള അസ്വാഭാവികത പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ആവശ്യം. അത് ചെയ്യുക തന്നെ ചെയ്യും എന്നും കൂടി ഇപ്പോൾ സബ് കളക്ടർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ ഇത് സംബന്ധിച്ച് അന്തിമമായിട്ടുള്ള തീരുമാനമെടുക്കും. എപ്പോൾ എങ്ങനെ കല്ലറ പൊളിക്കണം എന്നത് സംബന്ധിച്ച് നാളെ അന്തിമമായിട്ടുള്ള തീരുമാനമെടുക്കും. അതിനുശേഷം മറ്റന്നാൾ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ആലോചിച്ചിരിക്കുന്നത്. മൃതദേഹം എവിടെയാണ് എന്ന് പോലും, അതായത് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല എന്നുള്ള കാര്യമാണ് നാട്ടുകാർ പറയുന്നത്. ആ കല്ലറയിൽ ഉണ്ടോ എന്നുള്ള ചോദ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ നാട്ടുകാർ ഉന്നയിക്കുന്ന സംശയങ്ങൾക്കും പരാതികൾക്കും ഒരു പരിഹാരം കാണണം. ആ കല്ലറ പൊളിച്ച് ഗോപൻ സ്വാമിയുടെ മൃതദേഹം അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ആദ്യം ഉറപ്പുവരുത്തണം. അതിനുശേഷം ഇതെങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് എന്നുള്ള കാര്യം കൂടി കണ്ടെത്തണം. അതിന് ശാസ്ത്രീയമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കണം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇന്നിപ്പോൾ RDOയുടെയും സബ് കളക്ടറുടെയും നേതൃത്വത്തിലുള്ള വലിയ സംഘം അവിടേക്ക് വന്നത്. അതിന് വഴങ്ങിക്കൊടുക്കാതെ വലിയ പ്രതിഷേധമാണ് VHPയും അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തും അതുപോലെ ഹിന്ദു ഐക്യവേദിയും ഈ കുടുംബവും വലിയ തരത്തിലുള്ള പ്രതിരോധം തീർത്തത്. ആ പ്രതിരോധം മറികടന്നുകൊണ്ട് ഈ പോലീസിനോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിനോ ആക്ട് ചെയ്യാൻ കഴിയില്ല. അത് വലിയ തരത്തിലുള്ള ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോകും. കാരണം BJP മുന്നിൽ നിന്നുകൊണ്ട് ഇതിനെ ഒരു വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് നാട്ടുകാർ തന്നെ രംഗത്ത് വന്നത്. അപ്പോൾ നാട്ടുകാർ കൂടി മുഖാമുഖം നിന്ന്, അതായത് ഒരു ഭാഗത്ത് ഈ കുടുംബവും കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ആളുകളും ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറുഭാഗത്ത് നാട്ടുകാർ കൂടി രംഗത്ത് നിന്നോടുകൂടി ചേരിതിരിഞ്ഞുള്ള അല്ലെങ്കിൽ മുഖാമുഖം നിന്ന് പോർവിളിക്കുന്ന വർഗീയമായിട്ട് തന്നെയാണ് ഉണ്ടായത്. എന്തായാലും വീണ്ടും ഇനി കല്ലറ പൊളിക്കാനായി സംഘം എത്തുന്നതിന് മുൻപായി കോടതി വഴി ഒരു സ്റ്റേ വാങ്ങാനാണ് കുടുംബം തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നുണ്ടായ സംഘർഷങ്ങളിലൊക്കെ കുടുംബത്തിന്റെ ഒരു നിലപാട് അവർ പറയുന്നത് എന്താണ്?
ദിവ്യ, തുടക്കം മുതൽ തന്നെ ഈ കല്ലറ പൊളിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്കും കടക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് കുടുംബം തുടക്കം മുതൽ സ്വീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഈ കുടുംബത്തിലെ രാജസേനായിട്ടും സനന്ദനുമായിട്ടും മരിച്ച ഗോവൻ സ്വാമിയുടെ ഭാര്യ സുലോചനയുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ അവർ ആവർത്തിച്ചു പറയുന്നത് ഒരു തരത്തിലും ഈ കല്ലറ പൊളിച്ചുകൊണ്ട് ഒരു നടപടിയിലേക്ക് കടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം അത് ഹൈന്ദവ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതാണ്. വിശ്വാസത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നടപടിയും അംഗീകരിക്കില്ല എന്നുള്ള ഉറച്ച വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ആ കുടുംബം. അതുകൊണ്ട് അവരെ ഇപ്പോഴത്തെ സാഹചര്യം പറഞ്ഞ് മനസ്സിലാക്കി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സബ് കളക്ടർ OV ആൽഫ്രഡ് പറയുന്നത്. അപ്പോൾ ഈ കുടുംബത്തിന് സാഹചര്യം മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ഒരുപക്ഷെ ഇന്നുണ്ടായതുപോലെയുള്ള അസാധാരണമായിട്ടുള്ള ഒരു പ്രതിഷേധം മറ്റന്നാൾ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ഇനി അങ്ങനൊരു പ്രതിഷേധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മുൻകരുതൽ നടപടികളും എടുത്തതിനു ശേഷം മാത്രമായിരിക്കും ഈ കല്ലറ പൊളിക്കുന്ന നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കുക. അതേസമയം ഈ കല്ലറ പൊളിക്കുന്നതിനെതിരെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഒരുപക്ഷെ ഈ കുടുംബം കോടതിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ തെളിയുന്നുണ്ട്. അങ്ങനെ ഈ കുടുംബം കോടതിയിലേക്ക് പോയാൽ ഒരുപക്ഷെ മറ്റന്നാളും ഈ കല്ലറ പൊളിക്കുന്ന ഒരു നടപടിയിലേക്ക് കടക്കാൻ ജില്ലാ ഭരണകൂടത്തിന് കഴിയില്ല. പക്ഷേ ഇതിനകത്തെ അസ്വാഭാവികത, നാട്ടുകാർ ഉന്നയിക്കുന്ന പരാതി, ഇതിനൊക്കെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഇവർ ഉന്നയിക്കുന്ന ഇവരുടെ വിശ്വാസം മാത്രമല്ല മറ്റു നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം. ആ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനായിട്ട് കല്ലറ പൊളിച്ചുകൊണ്ട് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുക തന്നെയാണ് ചെയ്യേണ്ടത്. അതിലേക്ക് കടക്കും. അതിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകാൻ ജില്ലാ ഭരണകൂടം ഒരുക്കമല്ല, അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് വളരെ സുവ്യക്തമായിട്ട് ഇപ്പോൾ സബ് കളക്ടർ OV ആൽഫ്രഡ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളെ ഇപ്പോൾ നേരിങ്ങര പോലീസ് സ്റ്റേഷൻ വിളിച്ചു വരുത്തി അവരോട് ആ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ദിവ്യ.